ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്രസീൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി ബ്രസീലിൻ്റെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സൗഹൃദ മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിയുടെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി യഥാർത്ഥ പരീക്ഷയാണ്, വേൾഡ് കപ്പാണ്. ഏതായാലും 12 മത്സരങ്ങളാണ് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീൽ ഇതുവരെ ആകെ കളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വർഷമായി അദ്ദേഹം ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ട്. 12 മത്സരങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചു. 7 മത്സരങ്ങൾ വിജയിച്ചു, 2 സമനിലകൾ, 3 തോൽവികൾ എന്നിങ്ങനെ വഴങ്ങേണ്ടി വന്നു. 63.9% വിജയ ശതമാനമായിക്കൊണ്ട് വരുന്നത്. 26 ഗോളുകൾ നേടി, 11 ഗോളുകൾ വഴങ്ങി, 5 ക്ലീൻ ഷീറ്റുകൾ, 38 ബിഗ് ചാൻസുകൾ, അഥവാ ഓരോ മത്സരത്തിലും 3.2 വീതം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 11 ബിഗ് ചാൻസുകൾ കൺസീഡ് ചെയ്തു. 6.4 ഷോട്ട്സ് പെർ ഗോള്, 10.5 ഷോട്ട്സ് പെർ ഗോൾ കൺസീഡഡ്, 57.3% പൊസഷൻ. ഇങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ കണക്കുകൾ വരുന്നത്. ഒരു ശരാശരി കണക്കുകളാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാനുള്ളത്. പക്ഷെ അവസാനത്തെ 3 മത്സരങ്ങളിലും ബ്രസീൽ വിജയിച്ചിട്ടുണ്ട്. 2026 വേൾഡ് കപ്പ് സൈക്കിളിൽ ആദ്യമായി കൊണ്ടാണ് തുടർച്ചയായി ബ്രസീൽ 3 വിജയങ്ങൾ നേടുന്നത്. അത് ആശ്വാസകരമായ ഒരു കണക്ക് തന്നെയാണ്. ഈ ഒരു വേൾഡ് കപ്പ് സൈക്കിളിൽ ആകെ 17 വിജയങ്ങളാണ് ബ്രസീൽ സ്വന്തമാക്കിയത്. 10 സമനിലകളും 10 തോൽവികളും ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ കീഴിലുള്ള കണക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതായാലും സമീപകാലത്ത് അത്ര വലിയ മികവൊന്നും പുലർത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷവും 3 തോൽവികൾ ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും പരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി വേൾഡ് കപ്പിൽ എങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരു പ്രകടനം ഉണ്ടാവുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.